ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 52-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്ന വാക്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞവരായി അവരുടെ ജീവിതകാലം മുന്നോട്ട് പോകുവാൻ കഴിയണമെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പല ദൈവവചന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജീവിതമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുഖം ദുഃഖം സമ്മിശ്രമായ ഒരു ജീവിതകാലമാണ് മനുഷ്യനുള്ളതെന്നും സർവശക്തിയുള്ള ദൈവം ഫലമേൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി ബന്ധപ്പെട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖം ഉളവാക്കുന്ന പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും ആ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷിപ്പാൻ കഴിയണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ സത്യസുവിശേഷവുമായി പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ കയറിയിറങ്ങി, എന്നാൽ അവരെ കൈക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാകാത്ത ശിഷ്യന്മാരെ അവർ അവിടെവിടങ്ങളിൽ നിന്ന് ഉപദ്രവിക്കുകയും പറഞ്ഞറിയിക്കുകയും പരിശ്രമിക്കുമ്പോൾ ശിഷ്യന്മാർ തങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇക്കോന്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സന്തോഷത്തോടെ പോകുവാനായി കഴിയുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നുള്ള പ്രസ്താവനയാണ്. അതേ തലത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ പൗലോസ് തീമോഥെയോസിനോട് രേഖപ്പെടുത്തുമ്പോൾ തീമോഥെയോസിനെഴുതിയ 2-ാം ലേഖനം 1-3-4 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ അമ്മയിലും നിന്റെ വലിയമ്മയിലുമുള്ള വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നും നീ സന്തോഷപൂർണനാകുവാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് ഞങ്ങൾ ആയിരിക്കുന്നത്, ആ തലത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നും പൗലോസ് തീമോഥെയോസിനോട് ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവനയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നുപോയാൽ 10 മുതലുള്ള 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നത്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുക കൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ എന്ന പദമാണ്. ജീവിതത്തിൽ നിരവധി വേദനകളും സങ്കടങ്ങളും ഉപദ്രവങ്ങളും പട്ടിണികളും ഒക്കെ കടന്നു വന്നെന്ന് വരാം. ആ സന്ദർഭങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും നമുക്ക് കഴിയണമെന്നും ആ തലങ്ങളിൽ നാം മുന്നോട്ട് പോകുന്നു എങ്കിൽ പൂർണ്ണതയിലെത്തുവാൻ നമ്മളെ തന്നെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഓർമ്മപ്പെടുത്തണം. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടും വേദനകളും അപമാനങ്ങളും ഒക്കെ ഉള്ളതാണ്. സന്തോഷത്തോടെ അതിനെ സ്വീകരിപ്പാനും മുന്നേറാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവ്വകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. പരിശുദ്ധ കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വേദനകളിലും കഷ്ടതകളിലൂടെ നിരാശകളിലൂടെയും കടന്നു പോകുന്നുവെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.